ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ്. നമ്മളിന്ന് പൊള്ളാച്ചിയിലെ സ്ക്രാപ്പിൽ വന്നപ്പോൾ ഒരു പഴയ അശോക് ലൈലാൻഡിൻ്റെ ഒരു ഫയർ ട്രക്ക് കണ്ടു. വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നി. ആളോട് ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. അത്യാവശ്യം ദൂരത്തുനിന്ന് ഓടിച്ചു വരുന്നൊരു വണ്ടിയാണ്. ഞാൻ ചോദിച്ചൊരു വീഡിയോ എടുത്തോട്ടെ, അകത്തുനിന്ന് കയറാൻ പറ്റുമോ എനിക്ക്. ഓക്കെ പറഞ്ഞു. അവസരം പാഴാക്കിയില്ല, ചാടി ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയത് എനിക്കൊരു നൊസ്റ്റാൾജിയ വെച്ചു. പണ്ടത്തെ KSRTC ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു ഓർമ്മ തന്ന പോലെയായി. കാരണം ഉള്ളിൽ ആ ഒരു പഴയ ബോണറ്റും അതുപോലെ ആ ബാക്കിൽ നിന്ന് വരുന്ന ഒരു ഗിയർ ലിവറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ആൾക്ക് വണ്ടി ഉള്ളിലേക്ക് കയറ്റാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സൈഡും പറഞ്ഞു കൊടുത്തു. വളരെ കഷ്ടപ്പെട്ട ആൾ വണ്ടി ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും സ്ക്രാപ്പ് ചെയ്യാനുള്ള വണ്ടിയാണെങ്കിലും ആൾ എവിടെയും തട്ടിക്കാതെ മുട്ടിക്കാതെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ആ വണ്ടി അകത്തേക്ക് കൊണ്ടുപോകുന്നത്. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആൾ ആ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അശോക് ലൈലാൻഡിൻ്റെ വളരെ കരുത്തനായിട്ടുള്ള 401 സീരീസിലുള്ളൊരു എഞ്ചിനാണ്. അതും ഒരു OHV ആണ്. ഓവർ ഹെഡ് വാൽവ് വരുന്ന ഒരു ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഇതിനകത്ത് കരുത്ത് വരുന്നത്. എത്ര ഹോഴ്സ് പവർ ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായി പറയാൻ സാധിക്കില്ല. 138 bhp മുതൽ 150 HP വരെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ വണ്ടികളുടെയൊക്കെ വെയിറ്റിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു HP നമ്മൾ തീരുമാനിക്കുക. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 300 to 350. സിംഹത്തിൻ്റെ ഗർജനത്തിന് സമാനമായിട്ടുള്ള ഒരു ഗ്രൗളിംഗ് നോയ്സ് പോലെയാണ് എനിക്ക് അതിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ലൈലാൻഡിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോക്കിംഗ് സൗണ്ടാണ് മുമ്പിൽ കേൾക്കുന്നത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ ഒന്ന് അറിയിക്കാവുന്നതാണ്. കാരണം എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. പക്ഷേ ഈ എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇതിന് ശേഷം വന്ന അശോക് ലൈലാൻഡിൻ്റെ ഹിനോ സീരീസിൽ വന്നൊരു എഞ്ചിനുണ്ട്, H സീരീസ്. അതിൽ വന്ന എഞ്ചിനും നമുക്ക് കുറച്ച് കേട്ട് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വികാരം തന്നെയാണ്. വണ്ടി ഓടിക്കുന്ന അണ്ണനോട് തന്നെ ഈ വണ്ടിയെ പറ്റിയും എഞ്ചിനെ പറ്റിയും ചോദിച്ചപ്പോൾ നല്ല അറിവുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇതിന് മുമ്പ് അശോക് ലൈലാൻഡിൻ്റെ 0.400 സീരീസിൽ വരുന്നൊരു എഞ്ചിൻ പൊളിച്ചു പണിതതിന് ശേഷമാണ് 401 എന്ന് പറയുന്ന എഞ്ചിൻ അശോക് ലൈലാൻഡ് കൊണ്ടുവന്നതെന്നും ഇതിന് കൂടുതൽ കരുത്തുണ്ടെന്നും അതുപോലെ തന്നെ മികച്ച ഇന്ധനക്ഷമതയും നൽകുന്നൊരു എഞ്ചിനാണ് ഇതിൽ വന്നതെന്നും ആശാൻ എനിക്ക് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. അണ്ണൻ പണ്ടത്തെ ഒരു പ്രോ ഡ്രൈവറാണ്. അതുമാത്രമല്ല ആൾക്ക് വണ്ടിയെപ്പറ്റിയും നല്ല ഐഡിയ ഉള്ള ഒരാളാണെന്നുള്ളത്. മീറ്റേഴ്സൊക്കെ ഒരു വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വണ്ടി ഒരു കണ്ടീഷനുള്ള വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ എഞ്ചിൻ എന്താവശ്യത്തിനാണ് ഇനി ഉപയോഗിക്കാമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ബോട്ടിന് എഞ്ചിൻ വെക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ജനറേറ്റർ ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് ആണ് ഇതിൻ്റെ എഞ്ചിൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ട്രക്കുകളിൽ ഇപ്പോൾ ആരും ഈ എഞ്ചിൻ ഫിക്സ് ചെയ്യാറില്ല എന്നും ആൾ പറഞ്ഞു തന്നു. ഹിനോ സീരീസിനേക്കാളും ഡിമാൻഡ് കൂടിയത് 401 സീരീസിലുള്ള എഞ്ചിനാണെന്നും പറഞ്ഞു. ആളെന്തായാലും നല്ല രീതിയിലും അടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോഴും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഇല്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങി. നമ്മളും പുറത്തിറങ്ങി വണ്ടിയുടെ ബാക്കിയുള്ള ഭംഗിയും അതുപോലെ തന്നെ സൈഡിലെ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു പഴയ സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു ഫയർ ട്രക്ക്, പണ്ടത്തെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും പറ്റുന്ന പോലെ ഞാനതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ടാങ്ക് ഒന്ന് കാണണം. ഞാനും കണ്ടിട്ടില്ല, എനിക്കും ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. മുകളിൽ വലിഞ്ഞു കയറി ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിനും മാത്രം വലിയൊരു സംഭവമൊന്നുമില്ല, ഒരു കുഞ്ഞി ടാങ്ക്. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് എനിക്ക് പഴയ സിനിമയിലൊരു ഡയലോഗ് ഓർമ്മ വന്നത്. സാറേ ഇതിലും സ്പിരിറ്റാണ് പറയുന്ന, അവരുടെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല, സ്പിരിറ്റും ഇല്ല. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ സാധനം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് ലാഡർ ഫ്രെയിമേലാണ് ആ ഒരു ടാങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടിങ്ങിലുള്ളതുകൊണ്ടും എനിക്ക് എൻ്റെ ജീവനി കൊതിയുള്ളതുകൊണ്ടും ഞാൻ അധികം വിക്രസ് ഒന്നും കാണിക്കാൻ നിന്നില്ല. അപ്പോൾ അതൊക്കെ താഴെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായി. അകത്തേക്ക് നോക്കിയപ്പോഴും വലിയ രീതിയിലുള്ളൊരു സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചപ്പോൾ എനിക്കത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഇതിലാണ് ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. ഈ കാണുന്ന യൂണിറ്റിനെ പറ്റി കൂടുതലായിട്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും 2 ഗേജസ് ഉണ്ട്. അതിലൊന്ന് പ്രഷർ ഗേജാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെ ഒരു ലൈറ്റും ഉണ്ട്. ആ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാലാണ് രാത്രിയിൽ ഇവിടെയുള്ള ഗിയർ നോബ് ഓപ്പൺ ആക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കി കപ്ലിങ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറിയാൽ നമ്മുടെ ബസ്സിൻ്റെ അകത്തേക്ക് കയറുന്ന പോലെ തന്നെയാണ്. ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു ഫുഡ് സ്റ്റെപ്പിൽ കൂടെ വേണം അകത്ത് കയറാൻ. ഈ കാണുന്ന ബെഞ്ച് സീറ്റിലാണ് ഫയർ ഫൈറ്റേഴ്സ് ഇരിക്കുക. എക്സ്ട്രാ 2 ഗിയർ ലിവർ അവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് മോഡൽ ബോണറ്റ്, ഓൾഡ് മോഡൽ സ്റ്റിയറിംഗ് വീൽ, ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ളത്. വണ്ടിയുടെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് മുഴുവൻ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റാണ്. ഇവരുടെ പൈപ്പ് അല്ലെങ്കിൽ റോപ്പ് സാധനങ്ങൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ സ്പെയർ വീലാണ് ഇരിക്കുന്നത്. ബാക്കി സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റും ഇതുപോലെ തന്നെ empty ആയിരുന്നു, ഒന്നുമില്ല. അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചതിന് ശേഷമാണ് വണ്ടി കൊടുത്തുവിട്ടിരിക്കുന്നത്. ഈ കാണുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബെഞ്ച് സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിലൊരു ബെർത്തും ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ്. പക്ഷേ ഇതിലെ ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ സീറ്റിംഗ് പൊസിഷനും ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോയ്ക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.